കൃപാസന അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ചതിൽ. എൻ്റെ പേര് റോഷ്ന. എൻ്റെ വീട് കോട്ടയമാണ് വരുന്നത്, കോട്ടയം മുണ്ടക്കയം. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് എടപ്പള്ളിയിലാണ്. 2019 ഞാൻ കൃപാസന മാതാവിനെ പറ്റി കേൾക്കുന്നതും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതും. ഞാൻ മാതാവിൻ്റെ വലിയ ഭക്തയാണ്, പക്ഷേ എനിക്ക് ഈ കൃപാസനത്തെ പറ്റി അധികം അറിയത്തില്ലായിരുന്നു. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു, എങ്കിലും ക്ലാസ് ഒന്നും ഞാൻ ക്ലിയറായിട്ട് കേട്ടില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ല. രാവിലെയും വൈകിട്ടും പ്രയറുണ്ട്, അത് ചൊല്ലി പത്രം ഞാൻ പള്ളിയിൽ കൊണ്ട് വെക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ അന്ന് ഉടമ്പടിയിൽ വെച്ച ഒരു കാര്യം എനിക്ക് സാധിച്ച് കിട്ടിയില്ല. അത് കഴിഞ്ഞപ്പം പിന്നെ ഞാൻ ആ കാര്യമേ മറന്നുപോയി. 2020 കൊറോണ വന്നു. പിന്നെ ആ ഒരു ഇതിൽ ഞാൻ കൃപാസനത്തെ പറ്റി ഓർത്തേയില്ല. പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ എൻ്റെ ലൈഫിലുണ്ടായി. ഞാനിപ്പോൾ ആലോചിച്ചു എന്താ ഇങ്ങനെ എന്നോ. അന്നൊന്നും എനിക്കൊരു ഉത്തരവും കിട്ടിയില്ല, കാരണം ഞാൻ ആ കാര്യമേ മറന്നുപോയി. പിന്നെ 2024 എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, എടി നീ പണ്ട് കൃപാസനത്തിൽ പോയിട്ടില്ലേ, അവിടെ എങ്ങനെയുണ്ട്? അപ്പം ഞാൻ പറഞ്ഞു, എടി അവിടെ വലിയ ഇതൊന്നും ഇല്ല, നീ പോവണ്ട, എനിക്ക് പോയിട്ടൊന്നും കിട്ടിയില്ല, നീ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി, നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അവൾക്ക് സ്കിൻ പ്രോബ്ലംസ് ആയിരുന്നു, അത് വെക്കാൻ വേണ്ടിയായിരുന്നു. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കൊരു എന്തോ ഒരു മനസ്സിനൊരു ബുദ്ധിമുട്ട് തോന്നി. പിന്നെ പതുക്കെ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ മുഖത്ത് നിറയെ പിമ്പിൾസ് വരാൻ തുടങ്ങി. അങ്ങനെ പിമ്പിൾസ് ഒന്നും അധികം വരത്തില്ലാത്തതായിരുന്നു. അങ്ങനെ മുഖം പിമ്പിൾസ് വന്നിട്ട് ഭയങ്കര പെയിനൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞതിനെപ്പറ്റി ആലോചിച്ചു. അപ്പം ഞാനൊരു ദിവസം ഇവിടെ കൃപാസനത്തിൽ വന്നു, 2-3 വർഷത്തിന് ശേഷമാണ് വരുന്നത്. എന്നിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് ക്ഷമ ചോദിച്ചു, മാതാവേ അന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടാണോ നീ ഇങ്ങനെ എനിക്ക് വരുത്തിയേക്കുന്നതെന്ന് ഓർത്ത് ഞാൻ ക്ഷമ ചോദിച്ചു. അന്ന് ഞാൻ അങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ എറണാകുളത്ത് ജോലിയാണ്. അപ്പോൾ അവിടെ എനിക്ക് സാലറി ഒന്നും എന്താ പറയുക, റെൻറ്റ് മാത്രം കൊടുക്കാനുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ തിരിച്ച് നാട്ടിലോട്ട് പോകാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. അപ്പം ജോലി റിസൈൻ ഇട്ടിട്ട് ഇരിക്കുമായിരുന്നു. പിന്നെ അമ്മയ്ക്കും ചെറിയൊരു ഡിപ്രഷൻ പോലെ വന്ന് അമ്മയുടെ കൂടെ നിൽക്കാമെന്ന് കരുതി നാട്ടിലോട്ട് പോകാനിരുന്നപ്പോഴാണ് ഒന്നുകൂടെ ഞാൻ കൃപാസനത്തിൽ വന്നത്. അത് ഡിസംബർ 10 2023. അന്ന് ഞാൻ ചുമ്മാ പ്രാർത്ഥിക്കാൻ വന്നതാണ് ഞാൻ. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ വെച്ച നിയോഗങ്ങൾ 6 കാര്യങ്ങൾ വെച്ചു. 6 കാര്യങ്ങളും പറഞ്ഞ ഡേറ്റിനുള്ളിൽ മാതാവ് എനിക്ക് തന്നു. ആദ്യം തന്നെ എൻ്റെ അമ്മയുടെ ഡിപ്രഷനായിരുന്നു. അമ്മ എന്നും വിളിച്ച് എന്നെ ഇങ്ങനെ സങ്കടം പറയാം, എനിക്കും അത് ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ തിരിച്ച് വീട്ടിലോട്ട് ചെന്നപ്പോൾ അമ്മ ഓക്കെ ആയിട്ട് എങ്ങനെയാണോ പഴയതുപോലെ അതുപോലെ തന്നെയായിരുന്നു എൻ്റെ അടുത്ത് പെരുമാറിക്കൊണ്ടിരുന്നത്. പിന്നെ ജോലിയുടെ കാര്യം, ഞാനൊരു ഡേറ്റ് ഇട്ടിട്ടാണ് ജോലിയുടെ കാര്യത്തിൽ വെച്ചത്. ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. ഞാൻ കശുരൂപം പിടിച്ചിട്ടാണ് പോയത്. ഞാൻ ശരിക്കും പ്രാർത്ഥിച്ചിട്ട് പോയി. അത് അധികം ചോദ്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ അവരെനിക്ക് ആ ജോലി തന്നു. പിന്നെ എനിക്ക് ഫേസിൽ കുരു ഉണ്ടായിരുന്ന കാര്യം, അത് ഞാൻ ഒരുപാട് മരുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, കുറേ മരുന്നുണ്ടായിരുന്നു എനിക്ക് ഡെയിലി കഴിക്കാൻ. ഞാനത് മാറ്റിയിട്ട് ഞാൻ തൈലം തേക്കാൻ തുടങ്ങി. അങ്ങനെ തൈലം തേച്ച് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇതെല്ലാം ക്ലിയറായി. ഫേസ് ക്ലിയറായി, കുരുവൊന്നുമില്ല, പാടൊന്നുമില്ല, എല്ലാം ക്ലിയറായി. പിന്നെ ഞാനത് അന്ന് ഉടമ്പടിയിൽ വെച്ചൊരു കാര്യമെന്ന് വെച്ചാൽ, എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഇത് സംസാരിക്കാൻ ഭയങ്കര പേടിയുള്ള ആളായിരുന്നു. ഭയങ്കര സ്റ്റേജ് ഫിയർ ഉള്ള ആളായിരുന്നു. എനിക്ക് ഒരാളോട് സംസാരിക്കാനൊക്കെ ഭയങ്കര വാ പത്തി പിടിച്ചൊക്കെ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം അത് അന്ന് തന്നെ എല്ലാം മാതാവ് ക്ലിയറാക്കി തന്നു. പക്ഷേ ഞാൻ ഉടമ്പടി കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ എന്താ പറയുക, ഉടമ്പടി അഭിഷേകം എനിക്ക് പോയി, ഞാൻ ഉഴപ്പാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ജോലിക്ക് കയറി 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് റിസൈൻ ചെയ്യേണ്ടി വന്നു. അവിടെ എനിക്ക് പ്രഷറായിരുന്നു, അവിടെ ഒട്ടും നിൽക്കാൻ പറ്റാത്തതുകൊണ്ട്. പിന്നെ 2-3 മാസത്തേക്ക് എനിക്ക് ജോലിയൊന്നുമില്ല, കടങ്ങളും ഒരുപാടൊക്കെ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ വിഷമിച്ചിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ ഉടമ്പടി വീണ്ടും വന്ന് പുതുക്കിയിട്ട് ഞാൻ അച്ഛനെ കണ്ടു. അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് അതിന് മുന്നേ ഒക്കെ ഒരുപാട് ഇൻ്റർവ്യൂസ് വരുന്നുണ്ടായിരുന്നെങ്കിലും ഞാൻ അറ്റൻഡ് ചെയ്താൽ ഒന്നും കിട്ടത്തില്ല. അവർ വിളിക്കാമെന്ന് പറഞ്ഞ് വിടുന്നതല്ലാതെ അവർ കോൾ ചെയ്യുന്നില്ല. കാരണം ഞാൻ എറണാകുളത്ത് സ്റ്റേ ചെയ്യുന്ന, എനിക്ക് അതിൻ്റേതായ ചിലവുകളുണ്ട്, പിന്നെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അങ്ങനെ ഞാൻ അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ വീണ്ടും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി. അങ്ങനെ പോയിട്ട് ഞാനും വേറൊരു ചേച്ചിയാണ് ലാസ്റ്റ് ഉണ്ടായിരുന്നത്. ആ ചേച്ചിക്ക് എന്നെക്കാളും 10 വർഷം എങ്ങനെ എക്സ്പീരിയൻസ് ഉള്ളതാണ്. എനിക്കാകെപ്പാടെ 1 വർഷമേ ഉള്ളൂ. അപ്പം ഞാൻ ഓർത്തു അതും കിട്ടത്തില്ല. പക്ഷേ മാതാവിൻ്റെ കാശുരൂപം കൈ പിടിച്ചിട്ടൊക്കെയാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അപ്പോൾ ഞാൻ തിരിച്ചു വന്നിട്ട് എനിക്കൊരു ചേട്ടൻ പറഞ്ഞിട്ടാണ് ഞാൻ ആ ഇൻ്റർവ്യൂവിന് പോയത്. ആ ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് കിട്ടത്തില്ലായിരിക്കും, എന്നെക്കാളും എക്സ്പീരിയൻസ് ഉള്ളൊരു ചേച്ചി ഉണ്ട്, ആ ചേച്ചിക്കായിരിക്കും കിട്ടുക എന്ന് പറഞ്ഞു. പക്ഷേ അവർ പിറ്റേ ദിവസം എന്നെ വിളിച്ചു, ഞാൻ സെലക്റ്റായെന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ ആ ജോലി മാതാവ് എനിക്ക് തന്നു. പക്ഷേ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, ഞാൻ എങ്ങനെ ഇത് ചെയ്യും, കാരണം ആദ്യത്തെ തന്ന ജോലി പോയല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പേടി എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു പേടിയിലാണ് പോയത്. എങ്കിലും അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ ഞാൻ പെട്ടെന്ന് പഠിക്കുകയും, അത് തന്നെയല്ല എന്നെക്കാളും എക്സ്പീരിയൻസ് ഉള്ളവർ ഫസ്റ്റ് നിന്ന സ്ഥലത്ത്, നമുക്ക് ടാർഗറ്റ് ഉണ്ടായിരുന്നു, ഫസ്റ്റ് നിന്ന സ്ഥലത്ത് ഞാൻ ചെന്നപ്പോൾ തൊട്ട് ഞാൻ ഒരു ആ മന്ത് പകുതി ആയപ്പോഴാണ് ഞാൻ ചെന്ന് ആ മന്ത് തീരാറായപ്പോൾ എൻ്റെ ടാർഗറ്റ് ഫില്ലായി. പിന്നെ ഉള്ള 2-3 മാസവും ഞാൻ തന്നെ ആയിരുന്നു അവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത്.
അങ്ങനെ നല്ലൊരു ജോലി തന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് കടങ്ങളുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഈ ഒക്ടോബർ 17 വന്ന് ഒന്നും കൂടി ഉടമ്പടി പുതുക്കി കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ 90 ദിവസം കറക്റ്റായിട്ട് അത് ചെയ്ത് തീർക്കണം. നിയോഗങ്ങൾ സാധിച്ചാലും ഇല്ലെങ്കിൽ എനിക്കത് കറക്റ്റായിട്ട് ചെയ്ത് തീർക്കണമെന്നൊരാഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ വന്നിട്ട് ഡെയിലി ഞാൻ എല്ലാം കറക്റ്റായിട്ട് ചെയ്തു. അങ്ങനെ ചെയ്ത് 1 മാസം പോലും ആയില്ല. അതിനിപ്പുറം തന്നെ എൻ്റെ കടങ്ങളെല്ലാം വീടി. എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ ഹെൽപ്പ് ചെയ്തു. എൻ്റെ കടങ്ങളെല്ലാം വീടി. ഞാൻ കടം വാങ്ങിച്ചവർക്ക് ഞാൻ അങ്ങോട്ട് കടമായിട്ട് കൊടുക്കേണ്ട ഒരവസ്ഥ മാതാവ് എനിക്ക് തന്നു. പിന്നെ എനിക്ക് ഫോണൊക്കെ വാങ്ങിക്കണമെന്ന്, എയർപോഡ് വാങ്ങിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ചെറിയ സാലറി ഉള്ളത് കൊണ്ട് എനിക്കിതൊന്നും വാങ്ങിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് അതിൻ്റെ ഇരട്ടി സാലറി തന്ന് മാതാവ് ഈ ജോലി എനിക്ക് തന്നുകൊണ്ട് ഇതെല്ലാം വാങ്ങിക്കാനും പറ്റി, എൻ്റെ കടങ്ങളും വീടാൻ പറ്റി. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ പത്രം ഞാൻ ഒരിക്കലും അടുത്തുള്ള സ്ഥലത്ത് കൊടുക്കത്തില്ല. ഞാനിപ്പോൾ എടപ്പള്ളിയിലാണെങ്കിൽ ഞാൻ തൃപ്പൂണിത്തറ അങ്ങനെയൊക്കെ പോയി ഇതിനു വേണ്ടി തന്നെ ഞാൻ കൊടുക്കും. പിന്നെ പത്രത്തിൻ്റെ കൂടെ തന്നെ നമ്മുടെ മോർണിംഗ് പ്രെയർ ഞാൻ പ്രിൻ്റ് എടുത്തിട്ട് പിൻ ചെയ്തിട്ടാണ് കൊടുക്കുക, പ്രാർത്ഥിച്ചിട്ടാണ് കൊടുക്കുക. പിന്നെ ഞാൻ ഡെയിലി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ബുക്കിൽ എഴുതി വെച്ചിട്ട്, അങ്ങനെ 3 മാസത്തെ എങ്ങനെ എഴുതി വെച്ചിട്ട് ഞാൻ ടിക്ക് ചെയ്യും, ഇന്ന് എന്തൊക്കെ ചെയ്തു. അങ്ങനെ എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം അതും കൂടെ കൂട്ടി ഞാൻ ചൊല്ലും. എന്നും ഞാൻ കറക്റ്റായിട്ട് ബൈബിൾ വായിക്കും. ഉപ്പും തൈലവും ഒക്കെ ഞാൻ ഉപയോഗിക്കും. പിന്നെ ഒരു വട്ടം ഞാനിങ്ങനെ ഉടമ്പടിയിലായിരുന്ന സമയത്ത് തന്നെ പുറത്ത് ഇറങ്ങിയതായിരുന്നു, ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയതായിരുന്നു. അപ്പം ഇങ്ങനൊരു ഞാൻ എൻ്റെ ഫ്രണ്ട്സെല്ലാം ഫ്രണ്ടിൽ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു, ഞാൻ ബാക്കിൽ ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് വണ്ടി ഇങ്ങനെ വന്ന് എൻ്റെ കാലേ കൂടെ ഒരു വീല് മൊത്തം കയറി. ഞാൻ പെട്ടെന്നൊന്ന് കാറി. അത് കഴിഞ്ഞിട്ട് അവർ ഫ്രണ്ട്സൊക്കെ ഓടി വന്ന് എന്തെങ്കിലും പറ്റിയോ ഹോസ്പിറ്റലിൽ പോകണമെന്നൊക്കെ ചോദിച്ചു. പക്ഷേ ആ കയറിയ സമയത്ത് ഒരു ഇതല്ലാതെ കണ്ട് എനിക്ക് പിന്നെ ഒന്നും ഫീൽ ചെയ്തില്ല. മീൻസ് ഒരു വേദനയോ ഒരിതോ അങ്ങനെയൊന്നും നടന്നിട്ടുള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ മാതാവിൻ്റെ സുഗന്ധാഭിഷേകങ്ങൾ എനിക്ക് ഒരുപാട് വട്ടം ഉണ്ടായിട്ടുണ്ട്. ആദ്യമൊക്കെ ഞാൻ സംശയിച്ചു ഇത് അത് തന്നെ ആയിരുന്നോ. ഞാൻ അടുത്തുള്ള ചേച്ചിയോടൊക്കെ ചേച്ചിക്ക് എന്തെങ്കിലും മണം വരുന്നുണ്ടോ? അപ്പോൾ ചേച്ചി അറിയാം ഇല്ല, ഇവിടെ എന്തെങ്കിലും ഇതാക്കുന്നതായിരിക്കും. അത് ആദ്യമൊക്കെ എനിക്കൊരു ഡൗട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ഇന്നലെ ഞാൻ ഇവിടെ വന്നപ്പോഴും എനിക്കതുണ്ടായി, ഇന്ന് വന്നപ്പോഴും ഞാൻ ഉണ്ടായി. മാതാവ് തന്ന ഇത്രയും അനുഗ്രഹങ്ങളെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. ഇനി ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിന് മാതാവ് എന്നെ അനുവദിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഒരുപാട് വ്യക്തിപരമായ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ എന്നും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും. ഒരു ദിവസം പോലും ഞാൻ കുർബാന മുടക്കത്തില്ല. അങ്ങനെ മുടക്കേണ്ടി വന്ന് എനിക്ക് എന്തെങ്കിലും ഒരു സങ്കടം വരും. അതുതന്നെയല്ല, എൻ്റെ ആവശ്യങ്ങളെല്ലാം ഞാൻ മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു കാര്യത്തിന് വേണ്ടി നിൽക്കുന്നത്. ഇപ്പോൾ എന്തെങ്കിലും ഔട്ടിംഗ് ആണെങ്കിൽ അതൊക്കെ ഞാൻ ഇത് മുടങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് അതിന് പോകത്തില്ല. അങ്ങനെ മാറ്റി വെച്ചാണ് ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 21:15 തിരുവചനത്തിൽ കർത്താവ് പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? 1 അല്ല 3 പ്രാവശ്യമാണ് പത്രോസിനോട് ചോദിക്കുക. റോഷ്ന റോയി തൻ്റെ അനുഭവ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്, താൻ ആദ്യം വന്ന് ഉടമ്പടിയെടുത്ത വർഷവും പിന്നീട് ഇങ്ങോട്ട് വരാതായതും തന്നോട് ചോദിച്ച ഒരു മകളോട് നീ എങ്ങും അവിടെ പോകണ്ട, അവിടെ പോയിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും എൻ്റേത് നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ ഇങ്ങോട്ട് വരാൻ അവർക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് കൊടുക്കാതിരുന്നതും വീണ്ടും ഇന്ന് അൾത്താരയിൽ കയറിയെന്ന് സാക്ഷ്യം പറയുന്നതാണ് പിന്നീട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതായത് നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് പത്രോസിനോട് ചോദിച്ചതുപോലെ ഈശോ ഈ മകളോട് ചോദിച്ചു. അങ്ങനെയാണ് തൻ്റെ ജീവിതത്തിൻ്റെ പല അവസ്ഥകളിൽ താൻ കടന്നു പോകുമ്പോൾ ഉടമ്പടി എന്താണെന്ന് പിന്നീട് തനിക്ക് ബോധ്യപ്പെട്ട ഒരു ജീവിതമായിട്ട് മാറുകയും ഓരോ ദിവസവും താൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന് എഴുതി വെക്കാൻ മാത്രം, അതായത് ചിട്ടയായ ഒരു ജീവിത രീതിയാണ് ഉടമ്പടിയുടേത്. ഇതുവരെയും തങ്ങൾ ചെയ്തിട്ടില്ലാത്ത തരത്തിൽ ഒരിക്കലും പ്രഭാതത്തിൽ എഴുന്നേൽക്കാത്ത വ്യക്തികൾ അവർ അതിരാവിലെ തന്നെ ഉണർന്ന് അവരുടെ പ്രാർത്ഥനയും അതുപോലെ തന്നെ തങ്ങൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങൾ ഉടമ്പടിയുടെ ഒരു നിബന്ധനയുണ്ട്, 6 നിബന്ധനകളുണ്ട് നമുക്ക്. അപ്പോൾ അതനുസരിച്ചുള്ള ഒരു ജീവിതം, അതിന് പ്രത്യേകമായിട്ട് നാം നമ്മെ തന്നെ ഒരുക്കണം, ട്രെയിൻ ചെയ്യണം. അപ്പോൾ തനിക്ക് അതിനൊക്കെ പിന്നീട് താൻ എന്തൊക്കെ ചെയ്തില്ല, ഏതൊക്കെയാണ് തനിക്ക് വീഴ്ച വന്നത്, ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ താൻ ചെയ്യാൻ തുടങ്ങിയെന്നും തനിക്ക് കിട്ടിയ പല അനുഭവങ്ങൾ, തൻ്റെ ജോലിയുടെ കാര്യം, സ്ട്രെസ്സുള്ള ജോലി, അതിൽ നിന്ന് മാറിയിട്ട് വീണ്ടും ജോലി ഇല്ലാതാകുമ്പോൾ തനിക്ക് എങ്ങനെയാണ് തൻ്റെ കടബാധ്യതകളിൽ നിന്നൊക്കെ
തനിക്ക് ഒരു അതൊക്കെ കൊടുത്തു തീർക്കുവാൻ, അതായത് പിന്നീട് കടം താൻ വാങ്ങിച്ചവർ തൻ്റെ അടുത്ത് വന്ന് താൻ അവർക്ക് കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് പരിശുദ്ധ അമ്മ തന്നെ ഉയർത്തി എന്നൊക്കെയാണ് ഈ മകൾ പറഞ്ഞത്. അതുപോലെ കൂദാശ ജീവിതം, അതിലൊക്കെ വന്ന മാറ്റങ്ങൾ, ഇന്ന് തനിക്ക് വിശുദ്ധ കുർബാന, അതുപോലെ പ്രാർത്ഥന, അതിനൊക്കെ എത്രമാത്രമാണ് തനിക്ക് താല്പര്യമുള്ളത്. ഈ ഒരു താല്പര്യമാണ് പ്രിയപ്പെട്ടവരെ ഉടമ്പടിയിലൂടെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. അല്ലാതെ നമുക്ക് കിട്ടുന്ന ഏതെങ്കിലുമൊക്കെ രോഗസൗഖ്യങ്ങളോ അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള നമ്മുടെ ജോലി മേഖലയിലുള്ള തടസ്സങ്ങൾ മാറുന്നതോ ജപ്തി നടപടികൾ നീങ്ങുന്നതോ ഇത് മാത്രമല്ല. ഒരു വ്യക്തിയെ ദൈവസ്നേഹം കൊണ്ട് നിറച്ച് ഇനി ഇതാണ് ശരിക്കുള്ള കർത്താവിനോടൊത്തുള്ള ജീവിതം. ഇത് ഒരു ധ്യാനമൊക്കെ കൂടി ഒരാഴ്ചയൊക്കെ അല്ലെങ്കിൽ ഒരു മാസമൊക്കെ ആയിരിക്കാം ചിലപ്പോൾ നാമൊക്കെ ഇതിനു മുൻപ് ഒരു നല്ല ജീവിതത്തിലേക്ക് കടന്നു വന്ന് ജീവിച്ചിരിക്കുക. എന്നാൽ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടില്ലേ ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം എത്രയോ യുവാക്കൾ അവർ പിന്നീട് അങ്ങ് ഉറച്ചു നിൽക്കുകയാണ്. ഇനി ഇതാണ് ഏറ്റവും നല്ല വഴി, കർത്താവിലേക്ക് അടുക്കുവാനുള്ള സുഗമമായ പാത ഉടമ്പടിയുടേതാണ്. ഇത് ഒത്തിരി ടഫൊന്നുമല്ല, അത് നാം ചിന്തിക്കുന്നതാണ്, നാം ചിന്തിച്ചാണ് അതിനെ ടഫാക്കുന്നത്. എന്നാൽ നാം ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഏറ്റവും എളുപ്പമുള്ള വഴിയാണ്, കുറുക്ക് വഴിയാണ് കർത്താവിലേക്ക് എത്തുന്നതിന്. നമുക്ക് നമ്മുടെ ജീവിതത്തെ അസസ് ചെയ്യാം. നാം ഉടമ്പടി എടുത്തവർ മാത്രമാണോ, ഉടമ്പടി ജീവിതം നയിക്കുന്നുണ്ടോ? നമുക്ക് അസസ് ചെയ്തിട്ട് തമ്പുരാൻ്റെ മുൻപിൽ ഈശോയെ കൂടുതൽ സ്നേഹിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നു എന്ന തമ്പുരാൻ്റെ ചോദ്യത്തിന് നമുക്കുള്ള മറുപടി എന്താണെന്ന് നാം തന്നെ ഇവിടെ ഇരുന്ന് കണ്ടെത്താം. അല്ലെങ്കിൽ ഇനി ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കത് കണ്ടെത്താം. നമുക്ക് കരങ്ങളടിച്ച് ഈ മകൾക്ക് കൊടുത്ത എല്ലാ കൃപകൾക്കും ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.